സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയതിന് മുഖ്യമന്ത്രിക്കെതിരെ CPIM-ൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. PM ശ്രീക്ക് തുല്യമായ തിരിച്ചടിയുണ്ടാകുമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. തർക്കം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. നിയമ നടപടികൾ ദീർഘമായി തുടരുന്നത് ഗുണം ചെയ്യില്ല എന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തു. R. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇത് PM ശ്രീക്ക് തുല്യമായ തിരിച്ചടി ഉണ്ടാക്കും, ഈ തീരുമാനം തെറ്റായ രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് ഇട നൽകും എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിമർശനം? അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? R. ശ്രീജിത്ത്, ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി ലോക് ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലാക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ട സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കലായിരുന്നു. അങ്ങനെ ഗവർണറും മുഖ്യമന്ത്രിക്കുമിടയിലുണ്ടായ ധാരണയെപ്പറ്റി തിങ്കളാഴ്ച നടന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മുഖ്യമന്ത്രി വിവരം നൽകി. ഇതേ തുടർന്ന് നടന്ന ചർച്ചയിലാണ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഒത്തുതീർപ്പിനുള്ള നീക്കത്തെ ചോദ്യം ചെയ്തത്. ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ യോഗത്തിൽ നൽകിയത്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം പങ്കെടുത്ത സെക്രട്ടറി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ വിമർശനം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിന്റെ പശ്ചാത്തലം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിമർശനത്തിന്റെ ഗ്രാവിറ്റി ഏറ്റവും വലിയ അർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടുക. VC നിയമനത്തിൽ ഗവർണർക്ക് മുന്നിൽ വഴങ്ങിയ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ നേതാക്കൾ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും, PMC വിവാദത്തിൽ തുല്യമായ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ തിരിച്ചടി ഉണ്ടാകില്ലെന്നും തർക്കം ഈ സർവകലാശാലകളിലെ തർക്കം അനിശ്ചിതമായി പോകാൻ കഴിയില്ലെന്നും നിയമവ്യവഹാരങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഗുണകരമല്ലെന്നും ഉള്ള നിലപാടാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടിയായി സ്വീകരിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് അംഗീകരിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അങ്ങനെ ഈ ഒരു ഒത്തുതീർപ്പ് പാർട്ടിയുടെ കൂടി പാർട്ടിയെ കൂടി വിവരം അറിയിച്ച ശേഷമാണ് ഈ VC നിയമവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീർപ്പിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും എത്തിയത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ലോക് ഭവൻ പുതിയ VC-മാരെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ CPIM-ൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുന്നു എന്നതാണ് ഈ വിമർശനത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി. ആ ഒരു മുഖ്യമന്ത്രിയുടെ ഈ സമീപനം, പ്രത്യേകിച്ചും PMC വിവാദത്തിൽ സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന വിമർശനം ഈ പുതിയ VC നിയമനവുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ശരിവെക്കപ്പെടുന്ന പ്രതികരണം ഇന്നും രാഷ്ട്രീയമായി ഉണ്ടായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം CPM BJP അന്തർധാരയുടെ ഭാഗമാണ് ഈ ഒത്തുതീർപ്പെന്ന വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയതിന് മുഖ്യമന്ത്രിക്കെതിരെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കളുടെ വിമർശനമുയരുന്നു. PM ശ്രീക്ക് തുല്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. തർക്കം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് യോഗത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. ഈ നിയമ നടപടികൾ ദീർഘമായി തുടരുന്നത് ഗുണം ചെയ്യില്ല എന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തു. ഒരു രാഷ്ട്രീയ അന്തർധാര ഈ സമവായത്തിന് പിന്നിലുണ്ട് എന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കുന്നതിനിടയിലാണ് പാർട്ടിക്കകത്തു നിന്നുകൂടി മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉയരുന്നത്. R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.